ഈ വന്ന ടെററിസ്റ്റ് ഭീകരവാദികൾ വന്നത് എന്തുകൊണ്ട്, എന്തിനു വേണ്ടി എന്ന് ആദ്യമേ മനസ്സിലാക്കണം. വന്നത് എന്തുകൊണ്ടെന്നുള്ള ഉത്തരം അവർക്ക് വരാൻ സാധ്യമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടും അവിടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടും അവർക്കതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടും ആണ് അവർ അവിടെ തന്നെ വന്നത്. അതായത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമായിരുന്നു. ഈ ലൊക്കേഷൻ അവർക്ക് പറ്റിയ ലൊക്കേഷനാണെന്ന് തീർച്ചയായിട്ടും ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ വന്നത്. അത് തലേന്ന് വന്ന് പിറ്റേന്ന് ആക്രമിച്ചതല്ല. അവർ നേരത്തെ തന്നെ വന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് ആ ഏരിയ പഠിച്ച് എത്ര പേര് വരും, എപ്പോൾ വരും എന്ന് നോക്കി തന്നെയാണ് അവർ ആക്രമിച്ചത്. അതിന് സെക്യൂരിറ്റി അല്ല, ഇൻ്റലിജൻസ് ഫെയിലിയർ ആണെന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. ഇൻ്റലിജൻസ് കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റി അകത്ത് വരുന്നത്. അതായത് എൻ്റെ അനുമാനത്തിൽ പല സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ലോക്കൽ സെക്യൂരിറ്റി, അവിടുത്തെ പോലീസ്, JNK പോലീസിൻ്റെ സെക്യൂരിറ്റിയാണ് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റലിജൻസ്. അവിടുത്തെ ലോക്കൽസിൽ നിന്നും കിട്ടുന്ന ഇൻ്റലിജൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഇതാണ് ഏറ്റവും വലിയ കുറവ്. അതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാമെങ്കിൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ലായിരിക്കാം. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരട്ടെ. അല്ല, ശ്രീ ജേക്കബ് പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞു, ഏപ്രിൽ 8-ാം തീയതി ഒരു സെക്യൂരിറ്റി റിവ്യൂ മീറ്റിംഗ് നടന്നു. അതിൽ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന ഉമർ അബ്ദുള്ള പങ്കെടുത്തില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു പോലുമില്ല. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്നു, രാജ്ഭവനിൽ ഒരു മീറ്റിംഗ് വിളിക്കുന്നു, കുറേ പേരുടെ യോഗം കൂടുന്നു. താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ഈ ലോക്കൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും ലാക്ക് ചെയ്തില്ലേ അവിടെ? ഈ ഭരണകൂടം ആരെ വിശ്വസിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പൊളിറ്റിക്കലാണ്. ഞാൻ അതിൽ ഒരു കമൻറ്റും പാസ്സാക്കുന്നില്ല. പക്ഷേ ലോക്കൽ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്നുള്ളതിന് വളരെ ക്ലിയർ സിഗ്നേച്ചറാണിത്. വേറെ ഒന്നും എനിക്കതിൽ പറയാനില്ല. ഇനി താങ്കൾ പറഞ്ഞ ചോദിച്ച ചോദ്യത്തിലേക്ക് വരട്ടെ. നാം ഇപ്പോൾ എടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോരോ സ്റ്റെപ്സാണ്. അതൊന്നും ഇന്നോ നാളെയോ പൂർത്തീകരിക്കുകയോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഫലം കാണുകയോ ചെയ്യുകയില്ല. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് ഇന്നലെ സംഭവം നടന്നു, ഇന്ന് കയറി അവരെ അടിച്ച് നിരപ്പാക്കി ഉത്തരം ചോദിച്ച് പകരം വീട്ടണം. അത് നമ്മളുടെ വില്ലേജ്, നമ്മുടെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ മുക്കിലോ മൂലയ്ക്കോ കവലയെടുക്കെ നടക്കും. ഇൻ്റർനാഷണൽ ഇതിൽ എരീനയിൽ ഇന്ത്യ എന്ന മഹാരാജ്യം, നമ്മൾക്ക് ഒരു വേറെ റെസ്പോൺസിബിൾ നേഷൻ, നമ്മൾക്ക് ഒരു ചട്ടങ്ങളും മാന്യദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടത് നമുക്ക് കടമയുണ്ട്. പാകിസ്ഥാനോ നോർത്ത് കൊറിയയ്ക്കോ അതുപോലെ ചെയ്യണമെന്നില്ല. അവർക്ക് എന്തും ചെയ്യാം. ഒരു വഴിയിൽ നിന്നൊരു കള്ള് കുടിച്ചൊരു മനുഷ്യൻ മുണ്ടൂരി തലയെ കെട്ടുന്നത് പോലല്ല നമ്മൾ. അവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് മാനവും അന്തസ്സും ഇല്ലെങ്കിൽ നമുക്കും ചെയ്യാം. പക്ഷേ ഇന്ത്യ എന്ന വലിയൊരു രാജ്യം പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം മാനദണ്ഡങ്ങളുണ്ട്. ഇൻഡസ് റിവർ ട്രീറ്റി അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റി അബൈൻസിലാണ് വെച്ചിട്ടുള്ളത്. അത് അബ്രോഗേറ്റ് ചെയ്തിട്ടില്ല. അതായത് അവരോട് പറഞ്ഞു ഞങ്ങൾ ഇതിനെ നിർത്താൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അവരെന്തോ പറഞ്ഞു, ഷിംല ട്രീറ്റി ഞങ്ങൾ അബോഗറേറ്റ് ചെയ്തു. ഷിംല ട്രീറ്റി എന്താണ്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ സംസാരിച്ച് തേർഡ് പാർട്ടി ഇല്ലാതെ അവർ ഒരു മീഡിയേഷനും ഇല്ലാതെ ചെയ്യുമെന്നായിരുന്നു. അത് പണ്ടും പാകിസ്ഥാൻ ചെയ്യുന്നില്ലായിരുന്നു. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ കരാർ പാലിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഇന്ന് അവരൊന്ന് മാറ്റിയെങ്കിൽ അത് നമ്മൾക്ക് അനുകൂലമാണ്. ഇന്ന് അവർ ഷിംല അക്കോർഡിൽ നിന്ന് മാറിയത് കൊണ്ട് നമ്മളുടെ LOC ലൈൻ ഓഫ് കൺട്രോളിൽ നമുക്ക് എന്ത് ചെയ്യാനും അവർക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഒന്ന്. രണ്ട്, ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ കാര്യം പറഞ്ഞാൽ നാളെ രാവിലെ എണ്ണിച്ച് എല്ലാ ഡാമും പൂട്ടി വെള്ളം നമുക്ക് നിർത്താൻ ഒക്കത്തില്ല. ഡാം ഉണ്ടാകണം. ഉള്ള ഡാമിൽ ഇനി സ്ലഡ്ജ് ചെയ്ത് വെള്ളം നിറയ്ക്കണം. പക്ഷേ ഇത് വാർണിംഗ് കൊടുത്തു. ഒത്തിരിയും ഡാംസിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയ പണിയല്ല, വർഷങ്ങളായിട്ട് നടന്ന പണികൾ ഓരോന്നോരോന്നായി ഇപ്പോൾ തീർന്നു വരുന്നു.